ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ എനർജി. ഓക്കെ, മെയ് മാസം സ്റ്റാർട്ടായി. സോ നമ്മൾ ഇന്നലെ ഒരു ഫുൾ മന്ത് എന്ന രീതിയിലാണ് റീഡിങ് ചെയ്തത്. ഇന്നത്തെ മാത്രമായിട്ട് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനുമായിട്ട് നമുക്ക് ഗൈഡൻസ് എന്താ കിട്ടുന്നത് നോക്കാം. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താ നോക്കാം. നിങ്ങളുടെ എനർജി ഇന്ന് എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും. ഓക്കെ, കറന്റ് എനർജി നിങ്ങളുടെ. ഓക്കെ, Queen of Pentacles, Four of Swords, Queen of Wands, Nine of Swords, King of Swords, King of Wands, Devil energy. ഓക്കെ, കാര്യം ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം. ചില കാർഡ്സ് പ്രശ്നമാണ്. ഓക്കെ, 10 ഓഫ് സോഡ്സും ഉണ്ട്, 9 ഓഫ് സോഡ്സ്, 10 ഓഫ് സോഡ്സ്. എന്താ അത്? 2 ഓഫ് പെന്റിക്കിൾസ്. കൺഫ്യൂഷൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഹെർമിറ്റ്, ജഡ്ജ്മെന്റ്, 10 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഇവിടെ ഓവർ തിങ്കിങ് ആണ് കാണുന്നത്. ഓക്കെ, വളരെയധികം ഓവർ തിങ്കിങ് നിങ്ങളുടെ ഭാഗത്ത്, സ്ട്രെസ് നിങ്ങളുടെ ഭാഗത്ത്. ഓക്കെ, ഇതെനിക്ക് റീഅറേഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന്. ഞാൻ ഇതിനെ നിങ്ങളുടെ എനർജി ആയിട്ട് കണക്കാക്കണോ വേറെ എനർജീസ് ആയിട്ട് കണക്കാക്കണോ എന്ന രീതിയിൽ ഞാനൊന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, എന്തായാലും ശരി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയർ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്ക് ഫോക്കസ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു ഗ്രോത്ത്, സ്വന്തമായ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ ഒരു കരിയർ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മണി ഏൺ ചെയ്യണം, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണം, നിങ്ങളുടെ ലൈഫിൽ ഒരു കുറച്ച് നിങ്ങൾക്കായിട്ടുള്ള സേവിങ്സ് ഉണ്ടാക്കണം, കരിയറിൽ ഗ്രോത്ത് വേണം എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ്. ഓക്കെ, ഇന്ന് അതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് കൂടുതലും. അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. കാരണം ഒരുപാട് എനർജീസ് ഇവിടെ ഡിസ്റ്റർബിങ് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന സമയത്തും നിങ്ങളുടെ മൈൻഡിൽ വളരെയധികം ഓവർ തിങ്കിങ് നടക്കുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് നടക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ക്വീൻ ഓഫ് വാണ്ട്സ്, കിങ് ഓഫ് വാണ്ട്സ് രണ്ടും ഉണ്ട്. ഓക്കെ, ഇതും നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതും നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു പാഷനേറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, നിങ്ങൾ അല്പം പ്രാക്ടിക്കൽ ആവാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്താ പറയുക, ജോലിയിലേക്ക് എനിക്കൊരു ജോലി വേണം, എനിക്ക് ഇൻഡിപെൻഡൻസ് വേണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന രീതിക്കൊക്കെ എനിക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ കാണാൻ ശ്രമിക്കുകയായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇമോഷണൽ സൈഡ്, നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് സൈഡ് കൂടിയുണ്ട്, നിങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡ് കൂടിയുണ്ട്. അതിനെ നിങ്ങൾ തൽക്കാലം മാറ്റി വെക്കുകയായിരിക്കാം പ്രാക്ടിക്കൽ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിറ്റുവേഷനും സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആവേണ്ടി വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്വീൻ ഓഫ് വാണ്ട്സ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ക്വീൻ ഓഫ് വാണ്ട്സ് പറയുമ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്, വളരെ ആക്ച്വലി കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറയും. നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവാം, ആഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടാവാം, ആഗ്രഹങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് വാണ്ട്സും ഉണ്ട്. സോ മേ ബി ആരോടെങ്കിലും ഉള്ള ഒരു ഇഷ്ടത്തിൻ്റെ കാര്യം പറയാം, നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സ്നേഹം, ഇഷ്ടം, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഇമോഷണലായി പോകുന്നുണ്ട്. ഓക്കെ, ആ ഇമോഷണൽ ആവുന്ന, പക്ഷെ അതിന് മേലെ നിങ്ങൾ പ്രാക്ടിക്കൽ ആവാനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇവിടെ അതിന് തടസ്സം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട്. ഐ തിങ്ക് ആ റിലേഷൻഷിപ്പിൽ പക്ഷേ തടസ്സമായിട്ടൊരു വ്യക്തി കൂടി ഉണ്ട്. എനിക്ക് കിങ് ഓഫ് സോഡ്സ് എന്ന എനർജിയിൽ കാണുന്നുണ്ട് ഒരു വ്യക്തി. നിങ്ങളുടെ പാരൻസ് ആവാം, നിങ്ങളുടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വേറെ ഉണ്ടാവാം. ഓക്കെ,
അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു, നമ്മൾ പറയില്ലേ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇമോഷണലായിട്ട് പോകുന്നതായിട്ട്, ആൻഡ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നിങ്ങൾ വളരെയധികം സ്ട്രെസ്സും കാര്യങ്ങളും കാണുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കലായ ഒരു വ്യക്തി തന്നെയാണ്, ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ്. കാരണം നമ്മളെന്താ ഇത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ നമുക്കത് വല്ലാതെ നമ്മളെ ഒരു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ പുറമേ എന്തൊക്കെ കാണിച്ചാലും, പുറമേ നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് നടന്നാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ പണികളൊക്കെ ചെയ്തുകൊണ്ട് പോകും അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും. ചിലപ്പോൾ മറ്റുള്ളവർ അറിയ പോലും ഇല്ല നിങ്ങളുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശരിക്കും ഓൾമോസ്റ്റ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. നിങ്ങളുടെ മൈൻഡ് ശരിക്കും തളരുന്നുണ്ട്. നിങ്ങൾ ഒരു റെസ്റ്റ് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊരു നിങ്ങൾ എപ്പോഴും ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇമോഷണൽ സൈഡ് കൂടി ചില സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു പോകും അല്ലേ, നമ്മൾക്ക് അതുകൂടി ഒന്ന് ഫുൾഫിൽ ആയി കിട്ടണം എന്ന രീതിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവാം. അപ്പോൾ അവിടെ ഐ തിങ്ക് ആ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ട്. ചിലവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, ആൻഡ് നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡും ഇമോഷണൽ സൈഡും തമ്മിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. കാരണം നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ടാവാം, ഫാമിലിയുടെ കാര്യങ്ങൾ നിങ്ങളായിരിക്കാം നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ അല്ലേ. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഇമോഷണൽ സൈഡ്, ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ്, ഇവിടെ ഡെവിളാണ് നടുവിൽ. നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ, തിങ്കിങ്, ഓവർ തിങ്കിങ്, ടെൻഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഡെവിൾ പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം തമ്മിൽ ഒന്ന് ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് വളരെയധികം ശരിക്കും സ്ട്രെസ്ഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. 9ഉം 10ഉം സോഡ്സ് ആണ്. ഓക്കെ, ആൻഡ് 4 സോഡ്സും ഉണ്ട്. ഇതും പറയുന്നത് എല്ലാം ആക്ച്വലി നിങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. സ്ട്രെസ്, ടെൻഷൻ, പേടികൾ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരാളുടെ കെയർ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷമായിട്ട് എന്തെങ്കിലും കിട്ടാൻ ആക്ച്വലി വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷം വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മേലെ ഐ തിങ്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെയായിരിക്കാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്നായിരിക്കാം ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു സ്നേഹമോ കെയറോ കിട്ടുന്ന പോലെ ആയിരിക്കാം, നിങ്ങൾക്കൊരു സന്തോഷം വരുന്ന പോലെയുണ്ട്. ജഡ്ജ്മെന്റ് ഇപ്പോൾ ആക്ച്വലി ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഇത് ഹെർമിറ്റും ജഡ്ജ്മെന്റും ആണ്. സോ മേ ബി അവരിപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ നിങ്ങളാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർ തിരിച്ചു വരും, ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ, ഇതിനെ ഇനി വേറെ രീതിക്ക് നമ്മൾ പറയുമ്പോൾ, റിലേഷൻഷിപ്പ് അല്ലാതെ പറയുമ്പോൾ, കരിയറിൻ്റെയും എന്തിൻ്റെയും കാര്യത്തിൽ പറയുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കരിയറിലേക്ക് ഞാൻ സെയിം തിങ്. ഓക്കെ, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ പ്രാക്ടിക്കലാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡിൻ്റെ കാര്യം, ഓക്കെ, അതായത് ഇമോഷണലി നിങ്ങൾ വേറെന്തോ ആഗ്രഹം നിങ്ങൾക്ക് വേറെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഫീൽഡ് വേറെ ആയിരിക്കാം. പക്ഷെ അതിൽ മേ ബി ഇത്ര ഏണിങ് കിട്ടില്ല, സാലറി കിട്ടില്ല, ഇത്ര പൈസ കിട്ടില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇഷ്ടത്തിനെ, ഒരു ആഗ്രഹത്തിനെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ മാറ്റി വെക്കുന്നതിൻ്റെയും നിങ്ങൾക്കൊരു വിഷമം. കാരണം നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അല്ലേ. ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം ആയിക്കോട്ടെ കേട്ടോ, നിങ്ങൾ റിലേഷൻഷിപ്സിലായാലും എന്തിലായാലും. അപ്പം നമ്മൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ മാറ്റി വെച്ചൊക്കെ ഇരിക്കുന്നത് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവാം. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണോ, അതോ എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകണോ, ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള അതിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്താവും, ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവാം. ഓക്കെ, അതിനെ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവാം, എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, അഗെയിൻ സെയിം തിങ്. നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഫാമിലി മെമ്പറോ ആരെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ അതേ ഫീൽഡിലുള്ള വേറെ, ആക്ച്വലി രണ്ടും വോൺസ് ആണ് അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് പേഴ്സൺസ് എന്ന് പറയാം. നിങ്ങളെ പോലെ ക്രിയേറ്റീവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളും ചെയ്യൂ എന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവിടെയും നിങ്ങൾക്കൊരു എതിർപ്പ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്ന ആളും ഉണ്ടാവാം, ഒരാൾ എതിർക്കുന്ന ആളും ഉണ്ടാവാം. അത് കരിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ്റെ കാര്യം പറയുന്ന അതിന് നമുക്ക് അങ്ങനെയും എടുക്കാം. ഓക്കെ, പക്ഷെ എന്തായാലും ഈ ഒരു കൺഫ്യൂഷൻ ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിലെ പ്രാക്ടിക്കൽ സൈഡും ഇമോഷണൽ സൈഡും തമ്മിലുള്ള ഒരു അടി എന്ന് പറയാം, ഒരു വാർ. അതാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. എന്താ പറയുക, നിങ്ങളുടെ ഇഷ്ടമുള്ളത് ചെയ്യണോ, അതോ
അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വലതും ശ്രമിക്കണോ, എന്താ വേണ്ടതെന്ന് ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു പിടി കിട്ടുന്നില്ല. ആൻഡ് അത് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ മൈൻഡിൽ കുറേ നെഗറ്റീവ് തിങ്കിങ്ങും കുറേ പേടികളും ടെൻഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ശരിക്കും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ചെയ്തു പോകണമെന്ന് മാത്രം അല്ലേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അപ്പം നമ്മളത് ചെയ്യുന്നു എന്ന രീതിക്കായിരിക്കാം. അപ്പൊ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സോഴ്സ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ കൂടിയാണിത്. അൺനെസസറി ഓവർ തിങ്കിങ് എന്ന് പറയാം. ഡെവിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, നെഗറ്റീവ് ആലോചിച്ച് നെഗറ്റീവ് ആലോചിച്ച് കൂട്ടുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അത് പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അത് ഓർമ്മ വയ്ക്കാം. ഓക്കെ, ആദ്യത്തെ കാര്യം, നിങ്ങൾ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ ഉറക്കമില്ല നിങ്ങൾക്ക്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കരിയറിന്റെയും ഇതിന്റെയും കാര്യം പറയുമ്പോൾ പഠിക്കാനോ കരിയറിനോ എന്തിനായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ മാറ്റി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്, ഏതൊരു കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ സൈഡിനെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അതോ പ്രാക്ടിക്കൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കാം. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ വീട്ടിൽ നിങ്ങൾ ആയിരിക്കാം എല്ലാവരും കെയർ ചെയ്യുന്ന ആള്, മീൻസ് കെയർ ചെയ്യുന്ന ഇൻ ദ സെൻസ് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലെ ആയിരിക്കാം. ചിലപ്പോൾ ഏണിങ് ജോലി നിങ്ങൾ ചെയ്തിട്ട് വേണം വീട്ടിൽ കാര്യങ്ങൾ നടക്കാൻ എന്നൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് വരികയാണ്. ഓക്കെ, പക്ഷെ അതിലൊക്കെ നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് സ്ട്രെസ് ആവുന്നുണ്ട്. പക്ഷെ ഓക്കെ, ഫൈനലി നമുക്ക് പറയാം ഇവിടെ ഇന്നത്തെ ദിവസം ഐ തിങ്ക് ഈ ഒരു ഓവർ സ്ട്രെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരുപാട് സ്ട്രെസ്ഡ് സ്റ്റേറ്റിലിരിക്കും. അത് റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും കരിയർ അല്ലെങ്കിൽ ജോലി സ്ഥലത്താവാം. ഓക്കെ, ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയാം, ഒരാൾ എതിർക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാം, ബോസോ ആരെങ്കിലും ആയിരിക്കാം. സോ അങ്ങനെ ചില കൺഫ്യൂഷൻസ്, അങ്ങനെ ചില കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ഓൾറെഡി. ആൻഡ് ഇന്നത്തെ ദിവസം മേ ബി നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ സ്ട്രെസ് ആയിരിക്കാം. പക്ഷേ എന്തായാലും ഫ്യൂച്ചറിലേക്ക് ഈശ്വരൻ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരും എന്നാണ്. ഓക്കെ, ഒരു ബ്ലെസ്സിങ് വരും. അതിപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ യെസ്, അവരുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടാവും എന്ന് പറയാം. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരും. അല്ലാത്തവർക്കും നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കും. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഒരു അവസരം നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും. ഓക്കെ, ഇന്നിപ്പോൾ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങൾ ഇന്ന് കുറച്ച് ശാന്തമായിട്ടിരിക്കുക, പറ്റിയ മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇതിലൊന്ന് നന്നായിട്ട് ആലോചിക്കാം, നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി അങ്ങനത്തെ കാര്യമാണോ ഇമ്പോർട്ടൻറ്റ്, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് മാറണോ, ഏതായിരിക്കും നല്ലത്, ഒന്ന് നന്നായിട്ട് ശാന്തമായി ഇരുന്ന് ആലോചിക്കാം. ഓക്കെ, ടെൻഷൻ അടിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും ഫൈനലി. അപ്പോൾ അതിൽ അങ്ങനെ ആവരുത്. നിങ്ങൾ കുറച്ചിരുന്ന് സമാധാനമായി ആലോചിച്ചിട്ട് ഇതാണോ നല്ലത്, ഏതാ എനിക്ക് വേണ്ടത്, എനിക്ക് ഏതായിരിക്കും സാറ്റിസ്ഫാക്ഷൻ തരാം, എനിക്ക് എന്തായിരിക്കും ഒരു സന്തോഷം കിട്ടുക എന്നൊക്കെ രീതിയിലൊക്കെ കുറച്ചൊന്ന് ആലോചിച്ച് തുടങ്ങാം. ഓക്കെ, ഇവിടെ ജഡ്ജ്മെന്റ് ടൈം കാണിക്കുന്നുണ്ട്. സോ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അബൻഡൻസ് വരും, അല്ലെങ്കിൽ ഫാമിലീസ് ഹാപ്പിനെസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഐ തിങ്ക് ഒന്ന് ആദ്യം മൈൻഡിനെ ഒന്ന് ശാന്തമാക്കുക. ഫസ്റ്റ് തിങ്, ഈ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ നിങ്ങൾ പുറത്തു വരിക. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ് ഒരുപാട് ആലോചിച്ച് കൂട്ടുകയാണ് നിങ്ങൾ. ഓക്കെ, ഇന്നത്തെ ദിവസം ഐ തിങ്ക് ആ ഓവർ തിങ്കിങ്ങിന്റെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട്. അത് ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസിങ് ഉണ്ട് ഇവിടെ. സോ പക്ഷെ എല്ലാം മാറി വരും, ശരിയാവും സിറ്റുവേഷൻ. നിങ്ങൾ എപ്പോഴും ഒരു ഹോപ്പ് വെക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന എന്താണെന്ന് നിങ്ങൾ കാണാം. ബ്ലെസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നമുക്ക് എപ്പോഴും ഉണ്ട്. ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതുകൂടി നിങ്ങളൊന്ന് ആലോചിക്കൂ. നിങ്ങൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിരുന്നിട്ട് ഈ പ്രശ്നത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ വല്ലതും കിട്ടുമോ? നിങ്ങൾ അങ്ങനെ ഇരുന്നത് കൊണ്ട് ആ ഒരു ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും മാറ്റം വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് എന്താ പറയുക, ഞാൻ നിങ്ങൾ ശാന്തമായി ഇരിക്കുക. ഓക്കെ, അപ്പം മാത്രമേ നിങ്ങൾക്ക് ഇതിന് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, ആ സ്റ്റെപ്സ് ആക്ഷനാണ് ഇവിടെ ആവശ്യം. അല്ലാതെ വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ട് നെഗറ്റീവ് ആലോചിച്ച് കൂട്ടിയിട്ടും പോസിറ്റീവ് എന്ത് തന്നെ ആയാലും ആലോചിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ആക്ഷൻസ് എടുക്കലാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് വേണ്ടത്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് യൂണിവേഴ്സിന് കുറച്ച് മെസ്സേജ് കൂടെ എടുത്തേക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് റിലേഷൻഷിപ്പുമായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. സോ ആൻഡ് ആക്ച്വലി ഇന്ന് ഒരു റീഡിങ്ങേ ഉള്ളൂ ഈ ഒരു ഐ തിങ്ക്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പും ഇവിടെ കയറി വന്നത്. ഓക്കെ, ഇരിക്കട്ടെ.
അപ്പൊ ഞാൻ ഇന്ന് റീഡിങ്ങിൽ തന്നെ മേലെ തന്നെ കൊടുക്കാം. ഇന്ന് രണ്ടും കൂടെയാണ് കേട്ടോ, ജനറലും ആൻഡ് റിലേഷൻഷിപ്പ് ബോത്ത്. ഓക്കെ, ഞാൻ സെക്കൻഡ് വൺ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇന്നും നാളെയും ഒരു 2 ദിവസം ഒത്തിരി ബിസിയാണ്. സോ ഒരു റീഡിങ്ങേ മാക്സിമം ഞാൻ ഇടുന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി ഇരിക്കട്ടെ അല്ലേ. സോറി. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ എന്നാ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യും. ഓക്കെ, വേണ്ട. വർക്ക്, ട്രസ്റ്റ്, സർപ്രൈസ്, ഏസ് ഓഫ് കപ്സ്, നമ്മുടെ മിസ്റ്ററി, കമ്പാരിസൺ, ഓവർ തിങ്കിങ്, ഹെൽപ്പ്, വി ക്യാൻ ഹെൽപ്പ് യു, ഗാർഡിയൻ, ട്രാൻസ്ഫോർമേഷൻ, പ്രഗ്നൻസി. ഓക്കെ, ചിലവർക്ക് പ്രഗ്നൻസിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഉണ്ടാവാട്ടോ. ടെൻഷൻ അടിച്ചിട്ട് നെഗറ്റിവിറ്റിയിൽ പോകരുതേ. പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. ഓക്കെ, നിങ്ങൾ മൈൻഡ് വളരെയധികം പോസിറ്റീവ് ആക്കി വെക്കാം, മൈൻഡ് വളരെയധികം റിലാക്സ് ആക്കി വെക്കുക. നിങ്ങൾ പ്ലീസ് പ്രഗ്നൻസി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അതിനെ ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു കാര്യത്തിലാണ്, അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷന്റെ സമയമാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഡിസിഷൻ നിങ്ങളുടെ ആണ്, നിങ്ങളുടെ കയ്യിലാണ് തീരുമാനങ്ങൾ. ആക്ഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെ ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ കാണിച്ചു തരും. ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് അല്ലേ. സോ ട്രാൻസ്ഫോർമേഷൻ വരുത്തുക നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ. അഗെയിൻ വർക്ക്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ ദിവസം കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മാക്സിമം. പക്ഷെ എവിടെയോ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ടെൻഷനും കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, സിറ്റുവേഷൻസിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഒരു പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് കൂടി പറയാം. ഈ കാർഡ് ഇവിടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കിങ് ഓഫ് വാൻസിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തി, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. അവരെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ആൻഡ് സർപ്രൈസ് എന്ന് പറയുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞു നേരത്തെ. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. ദൈവമായിട്ട് നിങ്ങൾക്കൊരു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കൊണ്ട് തരും. ഓക്കെ, നിങ്ങളത് സ്വീകരിക്കാൻ റെഡി ആവാം. ഈ ഓവർ തിങ്കിങ് കൊണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വരും, ബ്ലെസ്സിങ്സ് വരും. ഒരു സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. മിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല അല്ലെ, ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമുക്കൊരു ഊഹാപോഹങ്ങളും നമ്മൾ ചെറിയൊരു ഗൈഡൻസ് നമുക്ക് എടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറിഞ്ഞു തന്നെ ഇരിക്കും. അത് യൂണിവേഴ്സ് എല്ലാം നമുക്ക് കാണിച്ചൊന്നും തരില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരില്ല. ചില കാര്യങ്ങൾ അവിടെ മിസ്റ്ററി ആയിട്ടിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് പക്ഷെ വറി ചെയ്തിട്ട് കാര്യമില്ല. ആ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വറി ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇന്നൽ ജീവിക്കുക. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്നൽ ജീവിക്കുക. കമ്പാരിസൺ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അവർക്ക് അതുണ്ട്, ഇവർക്ക് ഇതുണ്ട്, ഞാൻ ആഗ്രഹിച്ച കാര്യം വേറെ ആൾക്ക് കിട്ടി, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കാതിരിക്കുക. കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് വേറെയാണ്, നിങ്ങളുടെ ജേർണി വേറെയാണ്, നിങ്ങളുടെ കർമ്മ വേറെയാണ്. ഓക്കെ, വേറൊരു പേഴ്സൺ, നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയാലും ശരി, ഫാമിലി മെമ്പർ ആയാലും ശരി, അവരുടെയൊക്കെ ഈവൻ നമ്മുടെ സ്വന്തം സിസ്റ്റർ, ബ്രദർ, എന്താ പറയുക, ഈവൻ കുട്ടികള് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, എത്ര നിങ്ങളുടെ ക്ലോസ് ഫാമിലി ആയാലും ശരി, എല്ലാവരുടെയും ജേർണി വേറെ വേറെയാണ്. ഓരോരുത്തർക്കും വേറെ വേറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടത്. ആരുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട. അതൊക്കെ വെറുതെ അൺനെസസറി നിങ്ങൾ തലയിലെടുത്ത് ടെൻഷൻ വെക്കുകയാണ്. ഓക്കെ, വി ക്യാൻ ഹെൽപ്പ് യു. യൂണിവേഴ്സ് പറയുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യാം, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ഇപ്പം നമ്മൾ എതിർക്കുന്ന ഒരു പേഴ്സന്റെ കാര്യം പറഞ്ഞു നേരത്തെ അല്ലെ, കിങ് ഓഫ് സോർഡ്സ്. അപ്പൊ നിങ്ങളെ അങ്ങനെ ആരെങ്കിലും എതിർക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ തടയുന്നതോ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളാണ് വരുത്തേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എല്ലാം ശരിയായിട്ട് വരും. നിങ്ങൾക്ക് എന്തായാലും ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് നമ്മൾ കണ്ടു അല്ലെ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയറിന്റെ കാര്യമായിരിക്കാം, ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, എന്തുമാവാം. ഓക്കെ, ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, കരിയറിൽ പ്രൊമോഷനോ എന്തും ആവാം അല്ലേ. സോ പോസിറ്റീവായിട്ട് വെയിറ്റ് ചെയ്യാം, മൈൻഡ് ക്ലിയർ ആക്കാം. ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ പ്ലീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മൈൻഡിൽ കയറ്റാതിരിക്കുക. അത് കുട്ടിയടക്കം ബാധിക്കും. അത് ഓർത്ത് വെക്കുക എപ്പോഴും. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ. ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെയാണ്. സോ ടേക്ക് കെയർ ചെയ്യാം നിങ്ങളുടെ കാര്യം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. റിലേഷൻഷിപ്പ് റീഡിംഗ് നാളെ ഇടുന്നുണ്ട്. ഓക്കെ, ഇന്ന് പക്ഷെ എന്തായാലും രണ്ടും കൂടിയിട്ടാണ് വന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.